എടാ ഇവിടെ നിർത്തിയാൽ മതി. ഞാനേ ഇവിടെ ഇറങ്ങും. എനിക്ക് സാറിനെ കാണാം. സാറേ എന്നാണ്ട് വിശേഷം? ആ സുഖം. നീ ഇവന്റെ കൂടെയൊക്കെയാണോ നടക്കുന്നത്? എടാ ഇവൻ ആരാണെന്ന് നിനക്കറിയാൻ പാടില്ല. എടാ കഞ്ചാവ് കേസിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങി ഒരുത്തരാ. ഇവന്റെ കൂടെയൊക്കെ നടന്നാൽ നിന്റെ വില എന്താവും? എടാ നാളെ ഒരിക്കൽ നിന്റെ കൊച്ചു വന്നിട്ട് നിന്നോട് ചോദിക്കുക, അച്ഛാ അച്ഛന്റെ കൂട്ടുകാരനാണോ ഇവൻ എന്ന് ചോദിച്ചാൽ നീ എന്ത് മറുപടി പറയും? നീ ഒരു കാര്യം മനസ്സിലാക്കി, 10 പേര് നമ്മുടെ സുഹൃത്തുക്കളെ എടുത്ത് നോക്കിയാൽ അറിയാം നമ്മുടെ വില എന്താണെന്ന്. ഇതുകൊണ്ട് എന്ത് സന്ദേശമാണ് നീ സമൂഹത്തിന് നൽകുന്നത്? പറ. എനിക്ക് നിന്നോട് പറയാനുള്ള ഒരു അവകാശമുണ്ട് എന്നുള്ളതുകൊണ്ട് മാത്രം ഞാൻ നിന്നോട് സംസാരിക്കണം. നിനക്കിത് അംഗീകരിക്കാൻ പറ്റുമെങ്കിൽ അംഗീകരിക്കുക, ഇല്ലെങ്കിൽ തള്ളിക്കളയാം. സാറിന് അവിടെ പോയിരിക്കുന്നു. എനിക്ക് ടൗൺ വരെ ഒന്ന് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നതാണ്. ഇവരാകുമ്പോൾ പോകേണ്ട സ്ഥലത്തൊക്കെ നമ്മളെ കൊണ്ടുപോകും ചെയ്യും. പെട്രോൾ അടിക്കാൻ കാശ് കൊടുത്തപ്പോൾ അവൻ മേടിക്കത്തില്ല. നല്ല പയ്യനാന്ന് അവൻ. കൊള്ളാം. സാറിപ്പോൾ ഇവൻ്റെ കൂടെയാണോ കൂട്ട്? എൻ്റെ പൊന്ന് സാറേ, നമുക്ക് സമൂഹത്തിലൊരു നിലയും വിലയുള്ളതല്ലേ? ആദ്യം നീ ഒരു മനുഷ്യനാവാൻ നോക്ക്, എന്നിട്ടുണ്ടാക്കുക നിലയും വിലയൊക്കെ. എടാ അവനൊരു തെറ്റ് പറ്റി. ആ തെറ്റിൽ നിന്ന് തിരിച്ച് അവനെ നേർവഴിക്ക് കൊണ്ടു നടക്കേണ്ടത് നമ്മളെ പോലുള്ള മനുഷ്യരല്ലേ? അതല്ലേ നമ്മൾ മനുഷ്യർ സഹജീവികൾ കാണിക്കേണ്ട ഒരു കരുണ. ഈ ദുഷിച്ച ചിന്തയായിട്ട് നടക്കണ നീയൊക്കെ സമൂഹത്തിന് എന്ത് സന്ദേശമാണ് നൽകുന്നത്? പിന്നെ എനിക്ക് നിന്നോട് ഇങ്ങനെയൊക്കെ പറയാനുള്ള ഒരു അവകാശമുണ്ട് എന്നുള്ളത് മാത്രം ഞാൻ പറഞ്ഞെന്നുള്ളൂ. നിനക്ക് വേണമെങ്കിൽ ഇത് തള്ളാം, ഇല്ലെങ്കിൽ കൊള്ളാം. എന്നാടാ ഇതെന്താ പരിപാടി? എന്നാ ഒരു ഓന്തി നിക്കണ തപ്പില്ല ആ ഓന്തിന്റെ നിറം മാറുന്നത്. അല്ല സാറേ, ഈ ഓന്തി ഇങ്ങനെ നിറം മാറുന്നത് കൊണ്ട് എന്ത് സന്ദേശമാണ് ഇത് സമൂഹത്തിന് നൽകുന്നത്? എന്നാ പറയുന്നു? ഇനി എന്തിനാ കല്ല്? ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഒരു ഉടുപ്പില്ലാണ്ട് നെഞ്ചും പിരിച്ച